ഹായ് ഗായ്സ്, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. നമ്മളെല്ലാവരും ആനുവൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ മാത്സ് എക്സാമിനേഷന് ഇനി അധികം സമയമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7-ലെ മാത്തമാറ്റിക്സിലെ കുറച്ച് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ആയി ചോദിച്ചിട്ടുള്ള കുറേ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവരുടെ സ്റ്റെപ്സ് എങ്ങനെയാണ് വരുന്നത്, അവരുടെ ആൻസേഴ്സ് എങ്ങനെയാണ് ഫൈനലി എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? പാരലൽ ലൈൻസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും പാരലൽ ലൈൻസിനെ കുറിച്ച് പഠിച്ചില്ലേ? ഇൻ ദ ഫിഗർ എ ബി ആൻഡ് സി ഡി ആർ പാരലൽ ലൈൻസ്. ഇതാണ് ഒരു ലൈൻ എ ബി, ഇതാണ് വേറൊരു ലൈൻ സി ഡി. ഇവർ രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ട്രാവേഴ്സൽ ലൈൻ ഉണ്ട്, ഇ ക്യു. ഓക്കെ, ഫൈൻഡ് എൻ ആംഗിൾ വിച്ച് ഇസ് എ ലീനിയർ പെയർ വിത്ത് ആംഗിൾ എ പി ഇ. ഇതാണ് എ പി ഇ എന്ന ആംഗിൾ. അതിൻ്റെ ലീനിയർ പെയർ ഏതാണെന്ന് ചോദിച്ചുള്ളത്. എന്താ ലീനിയർ പെയർ എന്ന് വെച്ചാൽ, ഈ ഒരു ലൈൻ നോക്കാം, ഇതൊരു ലൈൻ, അതിലേക്ക് ഒരു റേ ഉണ്ട്. ഈ ലൈനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യാണ്. ഒരു 1 എന്ന ആംഗിളും ഒരു 2 എന്നുള്ള ആംഗിളും, രണ്ട് ആംഗിൾസ് അവിടെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1ഉം 2ഉം ലീനിയർ പെയറാണ്. ഒരു ലൈനിനെ വേറൊരു റേയോ ലൈൻ സെഗ്മെൻറ്റോ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസിനെയും ലീനിയർ പെയർ എന്ന് പറയാൻ പറ്റും. അപ്പം ഇനി ഇവിടെ നോക്കുക, എ പി ഇ എന്ന ആംഗിളിൻ്റെ ലീനിയർ പെയർ ഏതാ? ഇ പി ആർ എന്നത് അതിൻ്റെ ഒരു ലീനിയർ പെയറാണ്. കാരണം നമ്മൾ ഈ ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ലൈൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, കാരണം ഇവിടെ വേറെ ലീനിയർ പെയർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എ പി ക്യു എന്നതും ഒരു ലീനിയർ പെയറാണ്. അപ്പോൾ നമുക്ക് രണ്ട് ആംഗിൾസ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? എൻ്റെ ആൻസർ എന്താ? ഇ പി ഇ പി ആർ എന്നതാണ് നമ്മളെ എ പി ഇ എന്ന ആംഗിളിൻ്റെ ലീനിയർ പെയർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ പി ഇ ഈസ് 50 ഡിഗ്രി, എ പി ഇ 50 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ആർ ക്യു ഡി ഈസ് 60 ഡിഗ്രി, ആർ ക്യു ഡി 60 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മെഷർ ഓഫ് ആർ പി ക്യു. ആർ പി ക്യുവിൻ്റെ മെഷർ ഏതാ? ആർ പി ക്യു. ആർ പി ക്യു നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇതാണ് ആർ പി ക്യു. ഇനി ഇതെങ്ങനെ കാണാം? അതിന് നമ്മൾക്ക് പഠിക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ ഒരു ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇവിടെ നോക്കൂ, രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യാണ്, 4 ആംഗിൾസ് ഉണ്ടാവണം എ ബി സി ഡി. അതിൽ എയും സിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ബി എന്ന ആംഗിളും ഡി എന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും, കാരണം അവർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അങ്ങനെയെങ്കിൽ അതേ കൺസെപ്റ്റ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ആർ പി ക്യു എന്ന ആംഗിളും എ പി ഇ എന്ന ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്, അതുകൊണ്ട് അവർ ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങളെങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുക? നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതേണ്ടത് ബി എന്ന് മാർക്ക് ചെയ്യുക, ആർ പി ക്യു ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി എന്ന് എഴുതുക. എന്നിട്ട് റീസണിൽ പറയുക ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, അടുത്തെന്താ? എ ആർ ക്യു ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെങ്ങനെ എ ആർ ക്യു ആണ്? എ ആർ ക്യു എന്താ? ഏതാണ് എ ആർ ക്യു എന്ന ആംഗിൾ? ഇതാണ് എ ആർ ക്യു. ഇതാണ് എ ആർ ക്യു എന്ന ആംഗിൾ. എ ആർ ക്യുവിൻ്റെ വാല്യൂ എത്രയാണ്? അത് പഠിക്കണമെങ്കിൽ നമ്മൾ വേറൊരു കൺസെപ്റ്റ് നമ്മൾ പഠിക്കണം. അത് ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇതൊരു പാരലൽ ലൈൻ, രണ്ട് പാരലൽ ലൈൻസ്, അതിനെ നമ്മൾ കട്ട് ചെയ്തു പോവാണ്. അങ്ങനെയെങ്കിൽ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. അതുപോലെ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ, ഇതൊരു പാരലൽ ലൈൻ, അതിനെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ ആർ ക്യു. ഈ ആംഗിളും ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്, അവർ ഈക്വൽ ആണ്. ഓക്കെ, 60 ഡിഗ്രിയും ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? അതും 60 ഡിഗ്രി ആയിരിക്കും. 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം എ ആർ ക്യു 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? നമ്മൾ എഴുതണം ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. സ്റ്റെപ്പ് എഴുതണം. സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ അടുത്ത ഇതെന്താ? ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ക്യു. അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്മൾ ഈ ക്യൂ എന്നുള്ള ആംഗിൾ മെഷർ ചെയ്യാണ് വെച്ചുള്ളത്. എങ്ങനെ മെഷർ ചെയ്യുക? ഒരു പി ക്യു ആർ എന്ന ട്രയാങ്കിളിൽ
ഒരു ട്രയാങ്കിളിൽ ആംഗിൾസിൻ്റെ സം 180 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്കൊരു എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ 50 + 60 + x = 180. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 180 എക്സിൻ്റെ വാല്യൂ നമുക്ക് 70 എന്ന് കിട്ടും. ബിക്കോസ് 70 + 50 + 60 = 180. അത് നിങ്ങൾ നേരെ ഒരു സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. Gobu and Babu visited a book fair. Look at the advertisement what they saw. 30% ഡിസ്കൗണ്ട് അപ് ടു 5000. അതായത് 5000 വരെ മേടിക്കുകയാണെങ്കിൽ 30% ഡിസ്കൗണ്ട് ഉള്ളൂ. എബോവ് 5000 ആണെങ്കിൽ 40% ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഗോപും ബാബു ആണ് ബുക്ക് ഫെയറിലേക്ക് പോയത്. ഗോപു ബോട്ട് ബുക്സ് ഫോർ 50 to 100 or 5200 and Babu bought book for 4500. How much money should each of them pay? അപ്പോൾ നമുക്ക് നോക്കാം. ഗോപു എത്ര പൈസക്കാണ് മേടിച്ചത്? 5200 രൂപക്കാണ് ഗോപു മേടിച്ചത്. അപ്പോൾ അവന് എത്ര ഡിസ്കൗണ്ട് കിട്ടും? 5000ൻ്റെ മുകളിലല്ലേ, അങ്ങനെയെങ്കിൽ 40% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഗോപുവിന് പേ ചെയ്യേണ്ട പൈസ എത്രയാണ് നമുക്ക് നോക്കാം. ഗോപു ഷുഡ് പേ എത്ര പേ ചെയ്യണം? ഗോപു എത്രയുണ്ട്? 50 to 100 ഇൻറ്റു ഡിസ്കൗണ്ട് എത്രയാണ്? 5000 മുകളിലുണ്ട്, 40% ഡിസ്കൗണ്ട്. അപ്പോൾ 40% ഡിസ്കൗണ്ട് ആണെങ്കിൽ എത്ര പേ ചെയ്യണം? 60% പേ ചെയ്താൽ മതി. ഓക്കെ, 50 to 100 ഇൻറ്റു 60%, 60/100 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 100 ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50 to 100 ഇൻറ്റു 60% = 100 ക്യാൻസൽ ആവും, സിൻറ്റു 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3120 ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. ഗോപു ഇത്രയും പേ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ബാബു എത്ര പേ ചെയ്യണം? ബാബു ഷുഡ് പേ ബാബു എത്ര പേ ചെയ്യണം? എത്ര മേടിച്ചു? 4500 ഇൻറ്റു എത്രയാണ് ബാബുവിന് കിട്ടിയ ഡിസ്കൗണ്ട്? 30% ഉള്ളൂ. 30% ഡിസ്കൗണ്ട് ആണെങ്കിൽ സാധനത്തിൻ്റെ വാല്യൂ എത്രയാണ്? 70% ആണ്. അപ്പോൾ 4500 ഇൻറ്റു 70/100. അത് ചെയ്താൽ എത്ര കിട്ടും? 00 കട്ടാവും, നമുക്ക് കിട്ടും 3150. ഇത്ര റുപ്പീസാണ് ബാബു പേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ഹൗ മച്ച് മണി ഷുഡ് ഈച്ച് ഓഫ് ദം പേ? ഗോപു പേ ചെയ്യേണ്ടത് 3120, ബാബു പേ ചെയ്യേണ്ടത് 3150. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇഫ് ദേ ബോട്ട് ബുക്സ് ടുഗെദർ, രണ്ടുപേരും ഒരുമിച്ച് മേടിക്കുകയാണെങ്കിൽ ഹൗ മച്ച് മണി വുഡ് ദേ ഹാവ് ടു പേ? എത്ര മണി അവർ പേ ചെയ്യണം? രണ്ടുപേരും കൂടി മേടിച്ചാൽ എത്രയായിരിക്കും കറക്റ്റ് എമൗണ്ട്? 50 to 100 + 4500. 50 to 100 + 40 to 100. ഇതായിരിക്കും ടോട്ടൽ. എത്ര ടോട്ടൽ? 9400. ഇതായിരിക്കും ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഇവർക്ക് എത്ര ഡിസ്കൗണ്ട് കിട്ടും? 5000ൻ്റെ മുകളിലാണ് ടോട്ടൽ എമൗണ്ട്. സോ അവർക്ക് 40% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എത്ര രണ്ട് പേരും കൂടി എത്ര പേ ചെയ്യണം? ഷുഡ് പേ ടുഗെദർ 9400 ഇൻറ്റു 40% ഡിസ്കൗണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 60% ആയിരിക്കും, 60/100. ഓക്കെ, അപ്പോൾ 96 60 ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കിട്ടും. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 2 വളരെ സിമ്പിളാണ്. നമ്മൾ എന്താണ് ഇവിടെ ചെയ്തത്? ഗോപു 5200 മേടിച്ചത്, ബാബു 4500 മേടിച്ചത്. രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട്സ് ആയിരുന്നു. അത് വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് എത്ര പേ ചെയ്തെന്ന് കാണാം. അതുപോലെ രണ്ടുപേരും കൂടി ആഡ് ചെയ്തു, അതിന് ഒറ്റ ഡിസ്കൗണ്ട് ആണ്. അത് വെച്ചിങ്ങാണ്ട് പുതിയ ഡിസ്കൗണ്ട് എത്രയെന്ന് കാണാം. അവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇൻ എ മാത്ത് ക്ലാസ്, ടീച്ചർ ഡിസ്ട്രിബ്യൂട്ടഡ് സം കാർഡ്സ് ടു ദ ചിൽഡ്രൻ ആസ് പാർട്ട് ഓഫ് എ ഗെയിം. ലുക്ക് അറ്റ് ദ നമ്പർ cards and find out the answers from the board. ഓക്കെ, അമലിന് ചെയ്യേണ്ട
കാൽക്കുലേഷനാണ് 15 മൈനസ് 18. അതിൻ്റെ വാല്യൂ ഇതിലുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അമലിന് കിട്ടിയ എത്രയാണ്? 15 മൈനസ് 18. 15 മൈനസ് 18 എത്രയാണ്? വളരെ സിമ്പിളാണ്, അത് -3 ആണ്. -3 ആണ് ഇതിന് ആൻസർ. അപ്പോൾ -3 ആണ് അമൽ പിക്ക് ചെയ്യേണ്ട കാർഡ്. എന്നിട്ട് ഇങ്ങനെ ടിക്ക് ഇട്ടാൽ മതി. ഷാൻ എത്രയാണ്? -8 + 15 ആണ്. -8 + 15 എത്രയാണ്? -8 + 15. ഇതെത്രയാണ്? നമുക്ക് 15 - 8 എന്ന് എഴുതാം. = 7. അങ്ങനെയാണെങ്കിൽ ഷാൻ പിക്ക് ചെയ്യേണ്ട ആൻസർ ഏതാ? 7 = 7 ആണ് ഇതിന് ആൻസർ. അതുപോലെ ജോയലിൻ്റെ വാല്യൂ എത്രയാണ്? -5 - 20. അതെത്രയാവും? -25 ആവും. -25 ഉണ്ടോ? -25 ഉണ്ട്. ഇതാണ് ജോയൽ പിക്ക് ചെയ്യേണ്ടത്. അതുപോലെ സിൽനക്ക് എത്രയാണ്? -23 + 7. അത് എത്രയായിരിക്കും വാല്യൂ? ആൻസർ എന്തായിരിക്കും? -16 ആയിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ. -16. -16 ഇവിടെ ഉണ്ട്. ഇനി ആരാ ബാക്കിയുള്ളത്? 3യും -15ഉം ബാക്കിയുണ്ട്. അപ്പോൾ -3, 7, -25, -16 ആണ് ഈ കുട്ടികൾ പിക്ക് ചെയ്ത കാർഡ്സ്. ഇനി അടുത്തത് എന്താ? അറേഞ്ച് ദ ആൻസേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അപ്പോൾ ഏതൊക്കെ വാല്യൂസ് ആണുള്ളത് നമുക്ക് നോക്കാം. -3 ഉണ്ട്, 7 ഉണ്ട്, -25 ഉണ്ട്, -16 ഉണ്ട്. ഇവരെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ഏതാ? -25 ആണ് ഇതിലെ ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, അടുത്ത ഹയസ്റ്റ് വാല്യൂ ഏതാ? -16. പിന്നെ ഹയസ്റ്റ് ആണ് -3. പിന്നെ ഹയസ്റ്റ് ആണ് 7. അപ്പോൾ ഇതാണ് അസെൻഡിങ് ഓർഡർ. എന്താ അസെൻഡിങ് ഓർഡർ? ഇൻക്രീസിങ് വാല്യൂ ഓർഡറിനെയാണ് നമ്മൾ അസെൻഡിങ് ഓർഡർ എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ ഈ പാർട്ട്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ആണ്. ഡ്രോ എ ട്രയാങ്കിൾ ABC with measure AB = 7 centimeters and angle A is equal 70, angle B equal to 60. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. എ എന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? AB = 7 centimeter ആണ്. ഒരു സ്കെയിൽ എടുത്തിട്ട് അടുത്ത പോയിന്റ് മാർക്ക് ചെയ്യുക B, എന്നിട്ട് 7 centimeter അതിൽ അടയാളപ്പെടുത്താൻ മാർക്ക് ചെയ്തേ. എന്നിട്ട് എന്താ ചോദിച്ചിട്ടുള്ളത്? ആംഗിൾ A = 70 ഡിഗ്രി വേണ്ടത്. നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. എല്ലാവരുടെയും കയ്യിൽ ജോമെട്രി ബോക്സിൽ പ്രൊട്രാക്ടർ ഉണ്ടാവും. പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ ഇങ്ങനെ വെക്കുക, 70 ഡിഗ്രിയിൽ ഒരു പോയിന്റ് വരയ്ക്കുക. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് നേരെ അങ്ങ് ജോയിൻ ചെയ്ത് പോയാൽ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് കിട്ടും. ഓക്കെ, അതുപോലെ ആംഗിൾ B = 60 ആണ് പറഞ്ഞിട്ടുള്ളത്. ആംഗിൾ എ ഇവിടെ ലൈൻ വരച്ചതിന് ശേഷം 70 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്യരുത് കേട്ടോ. ആംഗിൾ ബിയിൽ 60 ഡിഗ്രിയാണ് വർക്കാറുള്ളത്. പ്രൊട്രാക്ടർ വെക്കുക, 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് പോയിന്റ് ഇടുക. ആ പോയിന്റിൽ കൂടി സ്കെയിൽ വെച്ച് ഒരൊറ്റ വര വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അവിടെ 60 എന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അടുത്തത് ഇവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ C എന്ന് മാർക്ക് ചെയ്യണം. കാരണം ട്രയാങ്കിൾ ABC എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി C എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? നമുക്ക് ABC എന്ന ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ആയി. അതാണ് A എന്നുള്ള പാട്ടിലെ ആൻസർ. അതായത് ട്രയാങ്കിൾ വരയ്ക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മെഷർ ഓഫ് C എന്നാണ് ബിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്തു. ഇനി എന്താ കാര്യമായിട്ടൊന്നുമില്ല, നേരെ പ്രൊട്രാക്ടർ വെക്കുക, ആംഗിൾ മാർക്ക് ചെയ്യുക, നമുക്ക് 50 ഡിഗ്രി എന്ന് ആംഗിൾ കിട്ടും. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ട്രയാങ്കിൾ വരച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ എ യാർഡ് 256 സ്ക്വയർ ടൈൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. ഹൗ മെനി ടൈൽസ് ആർ ദർ ഇൻ എ റോ? അതായത് കുറേ സ്ക്വയർ ടൈൽസ് ഉണ്ട്, 256 സ്ക്വയർ ടൈലുകളുണ്ട്. അവരെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. കുറേ സ്ക്വയർ ടൈൽസ് ഉണ്ട്, എല്ലാം സ്ക്വയർ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണ്ടോ. ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു എക്സ് നമ്പർ ഓഫ് റോസ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു എക്സ് എന്തായിരിക്കും? എക്സ് ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 256. കാരണം റോസ് ഇൻറ്റു കോളം ആണ് ടോട്ടൽ നമ്പർ, റോസും സെയിം ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 256. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 256. റൂട്ട് ഓഫ് 256 എന്താ? 16. സോ എക്സ് ഈക്വൽ 16 എന്ന് വെച്ചാൽ ഒരു റോയിലും ഒരു കോളത്തിലും 16 നമ്പർ ഓഫ് ടൈൽസ് ആണ് ഉള്ളത്. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്.
ഒരു ഭാഗത്ത് 16, വേറെ ഭാഗത്ത് 16 നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആണുള്ളത്. അടുത്ത ബിയിൽ എന്താ, ഇഫ് വൺ മോർ റോ ആൻഡ് കോളം ഓഫ് സച്ച് ടൈൽസ് ഇസ് ആഡഡ് ഫോർ എൻ എക്സ്റ്റൻഷൻ ഓഫ് ദി യാർഡ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. വാട്ട് വുഡ് ബി ദ നമ്പർ ഓഫ് ന്യൂലി ആഡഡ് ടൈൽസ്? നമ്മൾ ഇവിടെ ഒരു റോ കൂട്ടി, ഇവിടെ ഒരു റോ കൂട്ടി, ഇവിടെ ഒരു കോളം കൂട്ടി, അങ്ങനെയാണെങ്കിൽ എന്താവും? 17 ആവും. ഇവിടെ 17 ടൈൽസ് ആവും, ഇവിടെയും 17 ടൈൽസ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് ഇൻ ദ യാർഡ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ടൈൽസ് എന്താവും? 17 × 17. ഓക്കെ, എൻ്റെ സി പാർട്ട് എങ്ങനെ ചെയ്യുക? 17 × 17, അതായത് 17 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 289. 289 ആണ് സീൻ്റെ റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഡി പാർട്ട് ഉണ്ട്. ഇഫ് ദ സ്ക്വയർ ഓഫ് 80 ഈസ് 6400, ഫൈൻഡ് ഔട്ട് ദ സ്ക്വയർ ഓഫ് 81 ഫ്രം ദ ബ്രാക്കറ്റ്സ് ഗിവൺ ബിലോ. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് 80 സ്ക്വയർ ഓർ 81 സ്ക്വയറിനെ നമ്മൾ 80 സ്ക്വയറിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21 സ്ക്വയർ ഈസ് ഈക്വൽ ടു 20 സ്ക്വയർ പ്ലസ് 20 + 21 എഴുതാൻ പറ്റും. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടില്ല. അതുപോലെ നമുക്ക് എഴുതാൻ പറ്റും 81 സ്ക്വയർ ഈസ് ഈക്വൽ ടു 80 സ്ക്വയർ പ്ലസ് 80 + 81. ഓക്കെ, അപ്പോൾ ഇതിലേതാ റൈറ്റ് ആൻസർ? 80 സ്ക്വയർ എന്താ? 6400 ആണ്, പ്ലസ് 80 + 81. ഇതിലെ റൈറ്റ് ആൻസർ ഏതാ? 6400 + 80 + 81. ഡി ആണ് ഈ ഓപ്ഷനിലെ റൈറ്റ് ആൻസർ. ഡിയിൽ ഡി ആണ് ഇതിലെ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ 5 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്ത്. എല്ലാവരും ഇനി ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി റീക്യാപ്പ് ചെയ്ത് കാണുക. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.